നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാദിന കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. തുടർന്ന് നടന്ന മാതൃസംഗമം മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. മടിക്കൈ ഏച്ചിക്കാനം നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിൽ 25 വരെ നടക്കുന്ന പ്രതിഷ്ഠാദിന മൂവാണ്ട് കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായാണ് സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നത്. ഉത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന വിളക്ക് പൂജയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നീലമന കിഴക്കില്ലത്ത് രഞ്ജിത്ത് തന്ത്രി വിളക്ക് പൂജയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന മാതൃസംഗമം മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ തെയ്യാട്ട കാലമാണ്. അതിന്റെ ഭാഗമായി തന്നെ മടിക്കൈക്കൊരു പ്രത്യേകത തന്നെയുണ്ട്. വിവിധ ക്ഷേത്രങ്ങളും പള്ളിയാറുകളും താനങ്ങളും ഒക്കെ സമ്പുഷ്ടമായ നാടാണ് നമ്മുടെ മടിക്കൈ. ഇപ്പോൾ നമുക്കറിയാം, ഏതൊരു ക്ഷേത്രത്തിലും അതിൻ്റെതായ ഐതിഹ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് ക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ പവിത്രമായ ഒരു സ്ഥലം, കാർഷിക സമൃദ്ധിയോട് ഇടകലർന്നുകൊണ്ടുള്ള ഒരു പ്രദേശം. ഈ നാദക്കോട്ട് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കൃഷി തന്നെയാണ്. ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് പി അജിത രവീന്ദ്രൻ അധ്യക്ഷയായി. എഴുത്തുകാരി CP ശുഭ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത, നഗരസഭാ കൌൺസിലർ KV സുശീല, മടിക്കൈ പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് K സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി ലതാ വേലായുധൻ സ്വാഗതവും ട്രഷറർ PV നിഷ രമേശൻ നന്ദിയും പറഞ്ഞു. ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ, കണിയിൽ കോവിലകത്തു നിന്നും ദീപവും തിരിയും എഴുന്നള്ളിക്കൽ, വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം, വിവിധ തെയ്യങ്ങളുടെ പുറപ്പാട്, അന്നദാനം, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും. 25-ന് ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നാദക്കോട്ട് ഭഗവതി അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.